ഒരു കൂനിയായ സ്ത്രീ കടന്നു വന്ന് ദേവാലയത്തിൽ നിൽക്കുമ്പോൾ അസ്വസ്ഥമാകുന്ന ജനസമൂഹത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്താണ് ഈ കൂനിയുടെ പ്രത്യേകത? അവൾ ഒട്ടും നിവരുവാൻ കഴിയാതെ വണ്ണം കൂനിപ്പോയൊരു സ്ത്രീയാണ്. ഇവൾ കടന്നു വന്ന് ദേവാലയത്തിൽ നിൽക്കുമ്പോൾ അസ്വസ്ഥമാകുന്ന ഒരു ജനസമൂഹത്തെ നമുക്കിവിടെ കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ കടന്നു വരുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. ആ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ അവിടെ രണ്ടുപേർക്ക് സ്ഥാനമില്ല. ഒന്ന് ക്രിസ്തുവിനും, രണ്ട് ഈ കൂനിയായ സ്ത്രീക്കുമാണ്. പലപ്പോഴും ദേവാലയത്തിൽ പോലും സ്ഥാനമില്ലാതെ ദൈവത്തിന് പോലും ആകുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഉണ്ടാകുന്നോ എന്നുള്ളത് നാം തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ആഘോഷങ്ങൾക്ക് പിന്നാലെ നടന്ന് ഒരുപാട് ആർഭാടങ്ങൾക്ക് പിന്നാലെ പോയി ദൈവത്തെ മറക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുവാൻ തക്കോണം സാധിക്കുന്നത്. ഒന്നാമതായി ഈ വേദഭാഗത്തിൽ ഒരു സംഘർഷമുണ്ട്. അതിങ്ങനെയാണ്. ഈ വേദഭാഗത്തിന്റെ പ്രത്യേകത, ഈ ഒരു ആരാധനയുടെ പശ്ചാത്തലം നിന്നുകൊണ്ടാണ് ഈ വേദഭാഗം നമ്മോട് സംസാരിക്കുന്നത്. അവിടെ ആരാധിക്കുന്ന ഒരു സമൂഹവും എന്നാൽ ഈ ആരാധനയിൽ പങ്കുകൊള്ളുവാൻ കഴിയാത്തൊരു സമൂഹം അവിടെയുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ കൂനിയെ ക്രിസ്തു സൗഖ്യമാക്കുമ്പോൾ ഈ സൗഖ്യത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹവും എന്നാൽ ഈ സൗഖ്യത്തിൽ ഇഷ്ടപ്പെടാത്തൊരു സമൂഹം അവിടെയുണ്ട്. നമ്മളും അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യന്റെ വേദനയിൽ എന്താണ് നമുക്ക് വേദന തോന്നാത്തത്? ഒരു മനുഷ്യന്റെ സന്തോഷത്തിൽ എന്താണ് നമുക്ക് സന്തോഷം തോന്നാത്തത്? ഒരു ദേവാലയത്തിൽ ഒരാൾക്ക് ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖം എല്ലാവരുടേതുമായിട്ട് മാറുമ്പോൾ അവിടെയാണ് ദേവാലയത്തിൽ ഒരു വലിയ അനുഗ്രഹം നിലകൊള്ളുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ദുഃഖങ്ങൾ നമ്മുടേത് മാത്രമായി അവശേഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരുപാട് വൃദ്ധഭവനങ്ങൾ, ഒരുപാട് ബാലഭവനങ്ങളൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. അടുത്ത കാലത്തൊക്കെയും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് കൃത്യമായൊരു ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും ഭവനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മാതാപിതാക്കൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്ന ചില്ലറ കാര്യമൊന്നുമല്ല. ഒരുപാട് വേദനയിൽ കൂടി, ത്യാഗങ്ങൾ കൂടി, പ്രയാസങ്ങൾ കൂടി, പലപ്പോഴും തൻ്റെ ഉറക്കം പോലും മാറ്റിവെച്ച് തൻ്റെ പ്രശ്നങ്ങളൊന്നും അറിയിക്കാതെ അമ്മമാർ മക്കളെ വളർത്തി വലുതാക്കും. അതാണ് ഒരമ്മയുടെ പ്രത്യേകത. പ്രിയമുള്ളവരെ, ഈ അമ്മയെക്കുറിച്ചും ഇവിടെ സാക്ഷിക്കുന്നത്, ആ അമ്മ കടന്നു വന്ന് ദൈവസന്നിധിയിൽ സൗഖ്യത്തിന് വേണ്ടി യാചിക്കുകയാണ്. പലപ്പോഴും നമുക്കറിയാം, ഈ സമൂഹം ശ്രദ്ധിക്കുന്നത് സൗന്ദര്യമുള്ളവനെയും പണമുള്ളവനെയും അധികാരമുള്ളവനെയുമാണ്. അത് പണ്ടും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. എന്നാൽ ക്രിസ്തു സ്നേഹിച്ചിരുന്നത് ഇതൊന്നുമല്ല. ദൈവസന്നിധിയിൽ അനുതാപം എവിടെ സാധ്യമാകുന്നുവോ അവിടെ ദൈവകൃപ സാധ്യമായിത്തീരുന്നു. എന്താ ദൈവകൃപ എന്ന് ചോദിച്ചാൽ ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ. ദൈവം തരുന്ന പ്രതിസന്ധികളെ ഏത് സന്ദർഭങ്ങളിലും സമചിത്തതയോടെ നേരിടുമ്പോൾ അത് ദൈവകൃപയായി മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ദേവാലയത്തിൽ ഒരു പരിശുദ്ധനുണ്ട്. ആ പരിശുദ്ധനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. തന്നെ 12ആയി മുറിച്ചു മാറ്റിയിട്ടും ഒന്നായി ചേർന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു പരിശുദ്ധന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ നമുക്ക് നമ്മുടെ സൗന്ദര്യമോ അധികാരമോ പണമൊന്നും തടസ്സമല്ല. മറിച്ച് ദൈവത്തോടുള്ള വിശ്വാസവും ദൈവത്തോടുള്ള ആഗ്രഹവും ദൈവത്തോടുള്ള സ്നേഹവുമാണ് ഏറ്റവും വലുത്. അങ്ങനെയാണ് ഇവിടെയും കാണുവാൻ തക്കോണം സാധിക്കുന്നത്. എന്ന് മാത്രമല്ല, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രധാന ചില പ്രത്യേകതകളുണ്ട്. അതിങ്ങനെ കാണിക്കുന്നു. അതിൻ്റെ ചില പ്രത്യേകതയാണ്. ഒന്ന്, അത് സമൃദ്ധമായ ജീവന്റെ ആഘോഷത്തിന്റെ ഒരു സുവിശേഷമാണ്. മറന്നു പോകരുത്, സമൃദ്ധമായ ജീവന്റെ ആഘോഷത്തിന്റെ ഒരു സുവിശേഷമാണ്. രണ്ട്, അവിടെ ഒരു ആദരവുണ്ട്. അത് ജീവനോടുള്ള ആദരവാണ്. മറക്കരുത്. അത് ഞാൻ പറഞ്ഞു, ഇത് സമൃദ്ധമായ ജീവന്റെ ആഘോഷമെങ്കിൽ അവിടെ ജീവനോടുള്ള ആദരവ് കാണുവാൻ നോക്കാൻ സാധിക്കുന്നു. മൂന്നാമത് കാണുകയാണ്, വിശാലമായ ദൈവരാജ്യ ദർശനം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വിശാലമായ ദൈവരാജ്യ ദർശനം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ജീവനാണോ വലുത്, ജീവിതമാണോ? എന്താ വലുത്? ജീവനാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, മാനും സിംഹവും തമ്മിലുള്ള ഓട്ട മത്സരം.
ലൈഫ് ഇസ് എ റേസ് ബിറ്റ്വീൻ ഡിയർ ആൻഡ് ലയൺ. കാരണം അവിടെ ജീവന് വേണ്ടി ഓടുന്നത് ആരാ? മാന. ജീവിതത്തിന് വേണ്ടി ഓടുന്ന ആരാ? സിംഹമാ. ആരാ അവിടെ വിജയിക്കുന്നേ? മാന. കാരണം ജീവന് വേണ്ടി ഓടുന്നതിനേക്കാൾ വലുതല്ല ജീവിതത്തിന് വേണ്ടി ഓടുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ പ്രശ്നങ്ങളില്ല. വിശുദ്ധ വേദപുസ്തകം എടുത്താൽ ഒരു പ്രശ്നം എന്നൊരു വാക്കില്ല. അവിടെ എല്ലാത്തിനും പരിഹാരമുണ്ട്. വേദപുസ്തകത്തിൽ നമ്മൾ ഉറ്റിരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം താനെ മാറിപ്പോകുന്നു. പഴയകാല പിതാക്കന്മാരൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം വന്ന് ദേവാലയത്തോട് സമീപിക്കുമായിരുന്നു, വിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കുമായിരുന്നു. നമ്മൾ ഇന്ന് എന്തിനൊക്കെ ആശ്രയിക്കുന്നത്? ലൗകികമായ മോഹങ്ങളിലേക്ക് ഇങ്ങനെ ആശ്രയിക്കുകയാണ്. നമുക്ക് ആർക്കും ദേവാലയത്തിൽ വരാൻ തക്കൊണ്ട് സമയമില്ല. പാർക്കിൽ പോവാം, ബീച്ചിൽ പോവാം, അല്ലേ, ആഘോഷങ്ങൾക്ക് പോവാം, പാർട്ടിക്കൊക്കെ പോവാം. പക്ഷേ ദേവാലയത്തിൽ വരാൻ മാത്രം സമയമില്ല. എന്തെങ്കിലും സ്ഥാനം കിട്ടിയ സന്തോഷം, പക്ഷേ പ്രവർത്തിക്കാൻ വയ്യ. പണ്ടൊരു അമ്മ പറയുകയാണ്, മർത്തുബ സമാജത്തിൽ ഒരു സ്ഥാനം ഏൽപ്പിച്ചപ്പോൾ പറയുകയാണ്, അച്ഛാ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം, ഞാൻ 5 വർഷമായിട്ട് ഇത് തന്നെ തുടരുകയാണ്, എന്നെ ഈ സ്ഥാനത്ത് നിന്ന് ആരും മാറ്റുന്നില്ല, ഈ ഭാരം എന്റെ ചുമലിൽ നിന്ന് അച്ഛനങ്ങ് ഇറക്കി തരണം. അല്ലെ, ഒരു കൊട്ട മണ്ണ് ചുമന്നുകൊണ്ട് പോകുന്നല്ല പറയുന്നത്, ഈ ഭാരം അച്ഛനങ്ങ് ഇറക്കി തരണം. ഇതൊന്നും ഭാരമല്ല, ഇതൊരു ശുശ്രൂഷയാണ്. ദൈവം ഏൽപ്പിക്കുന്നതെല്ലാം ശുശ്രൂഷയായി കരുതി അതിനെ ഭംഗിയായി ചെയ്യുമ്പോഴാണ് അവിടെ നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത്. ഇവിടെ 12-ാം വാക്ക് ശ്രദ്ധേയമാണ്. ക്രിസ്തു വന്ന് പറയുകയാണ്, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രധാന വാക്യം ഇത് സ്ട്രെസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 18 വർഷമായി കൂനെന്ന വലിയ ബന്ധനത്തിൽ കഴിഞ്ഞ സ്ത്രീയെ ക്രിസ്തു വന്ന് സൗഖ്യം കൊടുത്ത് പറയുകയാണ്, നിന്റെ പാപത്തിന് രോഗം ഇന്ന് ഇല്ലാതായിരിക്കുന്നു. അവിടെ കാണേണ്ട ഒരു കാഴ്ച, ഇംഗ്ലീഷിന്റെ പരിഭാഷ ഇതിനെ കാണാൻ സാധിക്കുന്നത് ദ സ്പിരിറ്റ് ഓഫ് വീക്ക്നെസ് എന്നാണ്. ഇതൊരു ക്ഷീണത്തിന്റെ ആത്മാവാണ്. ഈ സ്ത്രീ ക്ഷീണത്തിന്റെ ആത്മാവ് ബാധിച്ച ഒരു സ്ത്രീ ആയിരുന്നു. ക്രിസ്തു തൊട്ടപ്പോൾ അവൾ വല്ലാതെ മാറിപ്പോകുന്നു. കാരണം എന്താണെന്നറിയാമോ? ക്രിസ്തു തൊട്ടാൽ ജീവിതം തന്നെ മാറിപ്പോകും. രക്തസ്രാവക്കാരി സ്ത്രീ ക്രിസ്തുവിന്റെ വെളിമ്പിൽ തൊട്ടപ്പോൾ അവളുടെ ജീവിതം ഒന്നാകെ മാറി. അവൾ ക്രിസ്തുവിനെ മൊത്തമായിട്ട് തൊട്ടെങ്കിലോ അവളുടെ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞേനെ, അല്ലേ? ചെറുതായിട്ട് തൊട്ടതേ ഉള്ളു. കാരണം ക്രിസ്തു വെള്ളം തൊട്ടപ്പോൾ അത് വീഞ്ഞായി, വീഞ്ഞ് തൊട്ടപ്പോൾ രക്തമായി മാറി. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങൾ ഒന്ന് വിശാലമാക്കി, ഹൃദയങ്ങളെ ഒന്ന് നിർമ്മലമാക്കിയിരിക്കുമ്പോൾ ദാവീദിനെ പോലെ, ദൈവമേ എന്നിൽ സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഇതാ ആരാധനയെ കുറിച്ച് പറയുന്നു. ആരാധന എന്നാൽ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആണ്. കൊറോണ കാലത്തൊക്കെ നമ്മൾ കണ്ടു ഇമ്മ്യൂണിറ്റിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. പ്രിയമുള്ളവരെ, ഒരു രോഗം വരുമ്പോഴാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പരീക്ഷിക്കപ്പെടുന്നത്. ഇവിടെ ആരാധന വലിയൊരു ബൂസ്റ്റിംഗ് ആണ്. കാരണം എന്താ? നമ്മൾ കണ്ടു കൊറോണ സമയത്ത് ബൂസ്റ്റർ എടുത്തവർക്കൊക്കെ പിന്നെ ക്രൈസിസുകൾ ഉണ്ടായി എന്ന് പറയുന്നു, അല്ലേ? മുന്നോട്ടുള്ള കാലത്ത് ആദ്യത്തെ 2 ഡോസ് എടുത്തവർക്ക് കുഴപ്പമില്ല, തുടർന്ന് ബൂസ്റ്റർ എടുത്തവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. ഇവിടെ കാണുകയാണ് ആരാധന വലിയൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആണ്. നമ്മുടെ ജീവിതത്തെ അറിയാതെ ദൈവത്തിലേക്ക് എത്തിക്കുന്നതാണ് ആരാധന. വർഷിപ്പിനെ കുറിച്ച് പറയുന്നു, വർഷിപ്പ് ഈസ് ആൻ എൻട്രി ടു ദി വേൾഡ് ഓഫ് ലൈറ്റ്. എന്താണ് വർഷിപ്പ്? ഈസ് ആൻ എൻട്രി ടു ദി വേൾഡ് ഓഫ് ലൈറ്റ്. പ്രകാശത്തിന്റെ ലോകത്തിലേക്കൊരു വലിയ യാത്രയാണ് ആരാധനയിൽ കൂടി കാണുവാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, പൗരസ്ത്യ ആരാധനയെ കുറിച്ച് പറയുമ്പോൾ അതിന് 4 മുഖങ്ങളുണ്ട്. ഒന്ന്, ലിറ്റർജി മീൻസ് ഡെഡിക്കേഷൻ. ആരാധന എന്നാൽ ഒരു ആത്മാർപ്പണമാണ്. എന്താണ് ലിറ്റർജി മീൻസ്? ഡെഡിക്കേഷൻ. രണ്ടാമത് കാണുകയാണ് ലിറ്റർജി മീൻസ് റിപ്പന്റൻസ്. ആരാധന എന്നാൽ അത് അനുതാപമാണ്. മൂന്നാമത് കാണുന്നു ലിറ്റർജി ലീഡ്സ് ടു കെനോസിസ്. ആരാധന എന്നാൽ അത് ശൂന്യമാക്കലാണ്. നാലാമത് കാണുന്നു ലിറ്റർജി ലീഡ്സ് ടു ട്രാൻസ്ഫോർമേഷൻ. എന്താണ്? അത് രൂപാന്തരമാണ്, അല്ലെ? ഒന്നുകൂടെ പറയാം. ലിറ്റർജി മീൻസ് ഡെഡിക്കേഷൻ, ലിറ്റർജി മീൻസ് റിപ്പന്റൻസ്, ലിറ്റർജി ലീഡ്സ് ടു കെനോസിസ്, ലിറ്റർജി ലീഡ്സ് ടു ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെ ആരാധനയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള 4 മുഖങ്ങൾ കൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഇവിടെ കണ്ടൊരു കാഴ്ച,
ഒരു വലിയ ആരാധിക്കുന്ന സമൂഹം അവിടെയുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ച് നമുക്കറിയാം, അവർക്ക് തൽമൂദുണ്ട്, മൂശയുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, പഞ്ചഗ്രന്ഥങ്ങളുണ്ട്. അവിടെ ദേവാലയത്തിൽ സിനഗോഗിൽ ഇങ്ങനെ ഒരുപാട് ആരാധനയുടെ മൂർത്തിഭാവങ്ങളുണ്ട്. എന്നാൽ രോഗം ബാധിച്ച ഒരു സ്ത്രീ ഇന്ന് ദേവാലയത്തിന് പുറത്താണ്. ഇതാണ് സംഘർഷം. ഒന്നാമതായി ഈ സ്ത്രീ ദൈവം സൗഖ്യമാക്കുമ്പോൾ ഇവിടെ കാണുന്ന പ്രത്യേകത 13-ാം വാക്യം ഒന്ന് വായിച്ച്, അവൾ ക്ഷണത്തിൽ നിവർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്താ കാണുന്നേ? അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഒന്നാമതായി ഈ സ്ത്രീ നേടുന്ന ഒരു വലിയ കഴിവാണ് നിവർന്നു നിൽക്കാനുള്ള കഴിവ്. ശ്രദ്ധിക്കണം, ദ സ്ട്രെയിറ്റ്നസ്. ഒന്നാമതായി സ്ത്രീ രോഗസൗഖ്യം നേടുമ്പോൾ അവൾ നേടുന്ന ഒരു കഴിവാണ് ദ സ്ട്രെയിറ്റ്നസ്, അല്ലെങ്കിൽ നിവർന്നു നിൽക്കാനുള്ള കഴിവ്. നമ്മൾ കാണുന്നുണ്ട്, ഫറവോന്റെ കൊട്ടാരത്തിൽ മോശ നിവർന്നു നിന്നു, അല്ലേ? ഹെരോദാവിന്റെ അന്തപുരത്തിൽ യോഹന്നാൻ നിവർന്നു നിന്നു. അതുപോലെ രാജാക്കന്മാരുടെ യുദ്ധം ചെയ്യുമ്പോൾ ദാവീദ് നിവർന്നു നിന്നു. കർമ്മേൽ വെച്ച് ഏലിയാവ് യാഗം കഴിച്ചപ്പോൾ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ അവനിൽ അത്ഭുതങ്ങൾ കാണാൻ കഴിഞ്ഞു. അതുപോലെ അമാലാക്കരുടെ യുദ്ധം ചെയ്യുമ്പോൾ മോശ നിവർന്നു. പ്രിയമുള്ളവർ, എവിടെയൊക്കെയാണോ ഇവ നിവർന്നു നിൽപ്പുള്ളത് അവിടെയൊക്കെ വിജയങ്ങൾ സുനിശ്ചിതമാണ്. നമുക്കറിയാമല്ലോ, വിജയം കൈവരിക്കണമെങ്കിൽ അതിന് കുറുക്കുവഴികളൊന്നുമില്ല. നിരന്തരമായ പരിശ്രമങ്ങൾ കൂടി മാത്രമേ വിജയങ്ങൾ നമുക്ക് സ്വായത്തമാക്കാൻ തക്കോണം സാധിക്കുകയുള്ളൂ. ഇവിടെ ഇതാ ഈ സ്ത്രീയുടെ രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, അവളുടെ രൂപം വികൃതമാണ്, അല്ലെ? ഡിസ്ഫിഗേർഡ് ബോഡിയാണ്. എന്നാൽ ക്രിസ്തുവിനെ കാണുമ്പോൾ ഈ ബോഡി എന്തായി തീരുന്നറിയാമോ? വർഷിപ്പിംഗ് ബോഡിയായിട്ട് മാറുകയാണ്. ക്രിസ്തുവിനെ കാണുമ്പോൾ എന്താ മാറുന്നേ? ഇത് വർഷിപ്പിംഗ് ബോഡിയായിട്ട് മാറും. പിന്നെ കാണുന്നുണ്ട് അവളുടെ ബോഡിയുടെ പ്രത്യേകത, അത് കൂനി ബാധിച്ച ഒരു ബോഡിയാണ്. എന്നാൽ ദൈവത്തെ കാണുമ്പോൾ അവളുടെ ശരീരം ഒരു സ്പിരിച്വൽ ബോഡിയായിട്ട് മാറും. പ്രിയമുള്ളവരെ, ആകാരമില്ലാത്തതിന് ആകാരം ഉണ്ടാക്കുവാനും പാപത്തിൽ കിടന്നതിനെ നന്മയിലേക്ക് കൊണ്ടുവരുവാനും ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. എന്താ പാപം? നമ്മൾക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താണ് പാപത്തിന്റെ പ്രത്യേകത? ഇപ്രകാരം കാണാൻ സാധിക്കുന്നു, സിൻ ഈസ് എ ഡിസെൻഡിങ് പ്രോസസ് ഫ്രം ദി ഗോഡ്. പാപം എന്നാൽ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. എന്നാൽ നന്മ എന്താ? വെർച്യു ഈസ് ആൻ അസെൻഡിങ് പ്രോസസ് ടു ദി ഗോഡ്. പാപം എന്നാൽ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയും നന്മ എന്നാൽ ദൈവത്തിലേക്കുള്ളൊരു ചേർച്ചയുമാണ്, അല്ലേ? നമ്മൾ പറയാം അകൽച്ചയുണ്ട്, ചേർച്ചയുണ്ട്. നമ്മൾ ദൈവത്തോട് ഇപ്പം അടുക്കുവാണോ അകലുവാണോ? അനുതപിക്കുന്ന പാപിയെ കുറിച്ച് സ്വർഗത്തിൽ ദൂതന്മാർ സന്തോഷിക്കുമെന്ന് പറയുന്നുണ്ട്, അല്ലേ? എവിടെയാണോ അനുതാപം സാധ്യമാകുന്നത് അവിടെ ഒരു സന്തോഷമുണ്ട് ദൈവസന്നിധിയിൽ. നമ്മൾ കാണുന്നുണ്ട് ദാവീദ് പാപം ചെയ്യുന്നുണ്ട്, അല്ലേ? 2 ശമൂവേൽ 11 കാണുന്നുണ്ട്. എന്താ ചെയ്തത് തെറ്റ്? അപ്പുറത്തുള്ള ഒരാടിനെ പിടിച്ച് കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഒരാൾ, അല്ലേ? അതിന്റെ കാരണം ഊര്യാവിന്റെ ഭാര്യയായ ബത്ശേബയെ പരിഗ്രഹിച്ചു. അതിന്റെ ഫലമായി ദൈവകോപം ജ്വലിച്ചു. നാഥാൻ പ്രവാചകൻ കടന്നു എന്ന് പറയുന്നു. അപ്പുറത്തൊരാടുണ്ട്, ആടിനെ പിടിച്ച് ഒരാള് കൊന്നു, സ്വന്തം വീട്ടിൽ ആടുണ്ടായിട്ടോ എന്നൊക്കെ പറയുമ്പോൾ ദാവീദ് പറഞ്ഞു, എന്താ പറഞ്ഞേ? ആ മനുഷ്യൻ നിശ്ചയമായും മരണയോഗ്യൻ എന്ന് പറയുന്നു. ഇപ്പൊ ദൈവദൂതൻ പറയുകയാണ്, നാഥാൻ പ്രവാചകൻ പറയുകയാണ്, യു ആർ ദി മാൻ. ആ മനുഷ്യൻ നീ തന്നെ. ഇതാണ് ഓർമ്മപ്പെടുത്തൽ. പ്രിയമുള്ളവരെ, നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നമ്മളോട് കോപമുണ്ടാകും. കാരണം ദൈവം പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കണം, ദൈവലോകത്തിൽ കടന്നു വന്ന എന്തിനാ? കൃത്യമായിട്ട് അറിയണമെങ്കിൽ യോഹന്നാൻ 3:16 കാണുന്നുണ്ട്. എന്താ? തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു, അല്ലേ? എത്ര വലിയ സ്നേഹമാണ് നമ്മൾ ദൈവത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പാടുന്നത്,
ദൈവസ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? മതി. പ്രിയമുള്ളവരെ, ദൈവസ്നേഹം ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നതാണ്. ഇവിടെ ഇതാ ആ ദൈവസ്നേഹത്തിന്റെ ഒരു ബാക്കി പത്രമാണ് ഈ കൂനിയായ സ്ത്രീ സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകുന്നത്. നമ്മൾ മനസ്സിലാക്കണം, 18 വർഷമായി യഹൂദന്മാരുടെ ദേവാലയത്തിന് മുമ്പിൽ ഈ സ്ത്രീയുണ്ട്. ഒരാൾ പോലും കഴിഞ്ഞ കാലത്ത് തിരിഞ്ഞു നോക്കുവാനോ, മകളെ നിനക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുവാനോ, നിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കുവാനോ, അവളെ ആശ്വസിപ്പിക്കുവാനോ ആരും തുനിഞ്ഞില്ല. ക്രിസ്തു കടന്നു വന്ന് സൗഖ്യം കൊടുക്കുമ്പോൾ പറയുകയാണ്, ഇതെങ്ങനെയാണ് സാധ്യമായത്? ക്രിസ്തുവിനെ നശിപ്പിക്കാൻ നോക്കണോ ആലോചിക്കുകയാണ്. കാരണം ഈ കാലഘട്ടം വല്ലാത്തൊരു കാലമാണ്. നന്മയെ തിന്മയായും തിന്മയെ നന്മയായും കരുതുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാൻ. എന്താ? ലഹരിക്കെതിരായ സർക്കാരിന്റെ പോരാട്ടം. പ്രിയമുള്ളവരെ, ക്രിസ്തു തന്നെ ലഹരിയായി മാറിയാൽ നമ്മൾ ആരും ലഹരിക്ക് പിന്നാലെ പോകത്തില്ല. യൗവനം എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഒരു വലിയ വനമാണ് യൗവനം. ആ വനത്തിന് പുറത്ത് കിടന്ന പ്രശ്നമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ സാധിക്കണം. അതാ സദൃശവാക്യത്തിൽ പറയുന്നേ, യൗവനത്തിൽ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക. ഇവിടെ ഇതാ ഈ സ്ത്രീ അവൾ വന്ന സമയത്ത് ക്രിസ്തുവിനെ ഒരുപക്ഷെ നല്ലോണം നമുക്ക് അറിഞ്ഞു കാണത്തില്ല. അവൾ ചിന്തിച്ച് കാണും, ഇവനൊരു പ്രവാചകനായിരിക്കാം, ഇവനൊരു ദൂതനായിരിക്കാം. പക്ഷേ അവൾ തിരിച്ചു പോകുന്ന സമയത്ത് എന്തായിട്ടാണ് മനസ്സിലാക്കി, ഇവൻ നിശ്ചയമായും ട്രൂലി ഹീസ് എ സൺ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ്, ഇവൻ ദൈവം തന്നെയാണ്. അല്ലേ? ശതാധിപൻ പറഞ്ഞതുപോലെ, കുരിശിന്റെ ചുവട്ടിൽ വെച്ച് പറഞ്ഞതുപോലെ, ഇവൻ സത്യമായും ദൈവപുത്രൻ തന്നെയാണ്. അല്ലേ? ഇതാണ് ആ സ്ത്രീയുടെ വലിയൊരു തിരിച്ചറിവ് എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവ് ഇല്ല. നിങ്ങൾക്കറിയാമല്ലോ, ശ്രീബുദ്ധൻ, അവന്റെ ആദ്യത്തെ പേര് സിദ്ധാർത്ഥൻ എന്നാണ്. ശ്രീബുദ്ധന് ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് ധ്യാനിച്ചാണ് ശ്രീബുദ്ധനായി മാറിയത്. പഴയകാലത്തെ അവന്റെ ചിത്രം മനസ്സിലാക്കിയാൽ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവനാണ്. 10 അടി അല്ലെ 15 അടി കൊണ്ട് ഒരു മതിൽ അങ്ങോട്ട് പണി, എന്നിട്ടേ വീട് വെക്കത്തുള്ളൂ. കാരണം എന്റെ സ്വകാര്യത ആരും കാണണ്ട. പഴയകാലത്തേക്ക് ആരെങ്കിലും ഭവനത്തിലേക്ക് വന്ന് അവരെ പിന്നെ വിടത്തില്ലായിരുന്നു. ഇന്ന് വന്നാലോ അന്നേരം അങ്ങ് നൈസായിട്ട് ഒഴിവാക്കും, വേണേ നമ്മളങ്ങ് കൊണ്ടാക്കും. പ്രിയമുള്ളവരെ, കാലമല്ലാതെ സഞ്ചരിക്കുകയാണ്. ആർക്കും ആരുടെയും പ്രശ്നങ്ങൾ ഇടപെടാൻ തക്കോണം ഇന്ന് മനസ്സില്ല. എന്റെ പ്രശ്നങ്ങൾ എന്റെ മാത്രം പ്രശ്നങ്ങളാണ് ചിന്തിക്കുന്നവരുണ്ട്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ഗമനിക്കാത്തവരുണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ പ്രത്യേകത അറിയാമോ? ആരും ശ്രദ്ധിക്കാത്തവനെ ശ്രദ്ധിച്ചവനാണ് ക്രിസ്തു. ആരും തിരിഞ്ഞു നോക്കാത്തവനെ നോക്കിയവനാണ് ക്രിസ്തു. നമ്മൾ കാണുന്നുണ്ട് ബെഥസ്ദാ കുളക്കരയിൽ, യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ഒരു മനുഷ്യൻ നിലവിളിക്കുന്നു. അവന് 12 സംവത്സരമായി 38 വർഷമായി കുളക്കരയിൽ വല്ലാതെ വിഷമിക്കുന്ന ഒരു മനുഷ്യൻ. അവിടെ ദൂതൻ വല്ലപ്പോഴും ഒക്കെ ഇറങ്ങുമ്പോൾ, കുളം കലക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കുന്ന അനേക മനുഷ്യരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവന് ആ കുളക്കരയിൽ ഇറങ്ങുവാൻ നോക്കോണം കഴിയുന്നില്ല. കാരണം അവന് ചില പ്രശ്നങ്ങളുണ്ട്, അല്ലേ? അവന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ക്രിസ്തു വന്ന് ചോദിക്കുകയാണ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ കാലം ആഗ്രഹിക്കുന്ന ചോദ്യം ഇതാണ്. എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെയൊക്കെ ചിന്ത എന്താ? എന്നെ എല്ലാവരും സ്നേഹിക്കണം, പക്ഷെ നമ്മൾ ആരെ സ്നേഹിക്കുന്നു? ഒരു വലിയ പ്രശ്നമാണ്. ഇവിടെ കാണുകയാണ്, ഈ സ്ത്രീ രോഗസൗഖ്യത്തിൽ കൂടി അവൾ വല്ലാതെ മാറുകയാണ്. അവളെല്ലാം പഠിക്കുകയാണ്, ലോകത്തെ സ്നേഹിക്കുവാൻ, ദൈവിക സാക്ഷ്യത്തിന് മുഖാന്തരമായി തീരുവാൻ തക്കോണം അവൾ ശ്രമിക്കുകയാണ്. നമുക്കും അപ്രകാരം സാധിക്കുമോ പ്രിയമുള്ളവരെ? ഈ കുടുംബത്തെക്കുറിച്ചൊരു ഒരു ചെറിയ കവിതയുണ്ട്. കണ്ണു പാടില്ല കാന്തൻ, എന്നാൽ ദാമ്പത്യം കാന്തമായിടും, ഇല്ലെങ്കിൽ കുന്തമായിടും. അല്ലേ? എന്താ പറഞ്ഞേ? കണ്ണു പാടില്ല കാന്തന്, എന്നാൽ ദാമ്പത്യം കാന്തമായിടും, ഇല്ലെങ്കിൽ കുന്തമായിടും. കാരണം ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചെങ്കിൽ ഈ കാലത്ത് ജീവിക്കാൻ തക്കോണം
സാധിക്കുകയുള്ളൂ. കറിക്ക് ഉപ്പ് കൂടിയാൽ കുഴപ്പമില്ല എന്ന് ചിന്തിച്ചാൽ പ്രശ്നമില്ല, കുഴപ്പമുണ്ടെങ്കിൽ എല്ലാം കുഴപ്പമാണ്. ഭാര്യ ആരോടെങ്കിലും മിണ്ടിയാൽ കുഴപ്പമില്ലെന്ന് ചിന്തിച്ചാൽ പ്രശ്നമില്ല, കുഴപ്പമുണ്ടെങ്കിൽ എല്ലാം കുഴപ്പമാണ്. ഒരിക്കൽ ഒരാള് ഭാര്യയും ഭർത്താവും കൊണ്ട് ഡോക്ടറെ കാണാൻ ചെന്നു. ഭയങ്കര സംശയ ഭർത്താവിന്. ഭാര്യ മുൻകൈ എടുത്ത് കൊണ്ടുപോയത്. രണ്ടുപേരോട് മാറി മാറി ഡോക്ടർ സംസാരിച്ചു, സൈക്കോളജി ഡോക്ടറാണ്. അപ്പോൾ അവസാനം പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അന്ന സമയത്ത് ഭാര്യയോട് ചോദിച്ചു ഇപ്പൊ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്താ പ്രശ്നമെന്നറിയാമോ? ഇയാൾക്ക് ഭയങ്കര സംശയരോഗമാണ്. രാത്രി കിടക്കാൻ നേരം ഒരു 10 നേരം ഇയാൾ വന്ന് നോക്കും കട്ടിലിനടിയിൽ, എന്താ ഭാര്യ ആരെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ, കൂടെ കൂടെ നോക്കുക. അവർക്ക് പല പ്രശ്നങ്ങളുണ്ട്. അവസാനം ഒരു ഉപദേശം കൊടുത്തു. ആ ഉപദേശത്തിന്റെ ഫലമായിട്ടാണ് കുഴപ്പമില്ല എന്ന് പറയുന്നത്. എന്താ ഉപദേശം എന്നറിയാമോ? ഡോക്ടർ ഭാര്യയോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യ്, കട്ടിലെ 4 കാലും വെട്ടിക്കളയാൻ പറഞ്ഞു. കാലുണ്ടായിട്ടില്ല നോക്കുന്നത്. അവസാനം ഭർത്താവ് നോക്കിയ സമയത്ത് കട്ടിൽ 4 കാലും ഇല്ല. പിന്നെ എങ്ങനെയാ നോക്കുന്നത്? പ്രിയമുള്ള, ഇതൊരു വലിയ വിഷയമാണ്. കുറച്ചാൾ മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സംശയരോഗം കൊണ്ട് ഭാര്യ ഭർത്താവിന്റെ മൂക്ക് ചെത്തിക്കളഞ്ഞു എന്നൊക്കെ ഒരു ദിവസം ഞാൻ കേൾക്കാനിടയായി. ഇവിടെ കാണുകയാണ്, സാക്ഷ്യമുള്ള കുടുംബങ്ങൾ നമ്മുടെ ഇടയിൽ ഇന്നില്ല. കുടുംബങ്ങൾ കൂടുമ്പോൾ ഇമ്പമുള്ളതായി തീരുവാൻ തക്കോണം സാധിക്കണം. രണ്ടാമതായി കാണുകയാണ്, ഈ സ്ത്രീ ഒരു വലിയ ഓപ്പൺനെസ് ആയ ജീവിത ശൈലിയിലേക്ക് കടന്നു വരുന്നു. കനാന്യ സ്ത്രീയെ പോലെ അവൾ ക്രിസ്തുവിനെ അറിയുമ്പോൾ വല്ലാതെ ജീവിതങ്ങൾ മാറിപ്പോകുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ കാണുന്നുണ്ട്, ഹാഗാർ ബെർശേബ മരുഭൂമിയിൽ കൂടി തന്റെ മകനെയും കൊണ്ട് കടന്നു പോകുന്ന സമയത്ത് ഒരാശ്രയവുമില്ല, അല്ലേ? എന്തെങ്കിലും ആശ്രയമുണ്ടോ? നമ്മൾ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു വഴി കാണിച്ചു തരണമേ. നമുക്കറിയാമല്ലോ, ഏത് പ്രതിസന്ധിയിലും നമ്മെ രക്ഷിക്കുവാൻ തക്കോണം ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ, മറ്റാർക്കും കഴിയുകയില്ല. ദൈവത്തിനല്ലാതെ നമ്മെ സംരക്ഷിക്കുവാൻ തക്കോണം ഒരാൾക്ക് ഈ ലോകത്തിൽ കഴിയുകയില്ല. ക്രൈസിസുകളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ സുഹൃത്തുക്കളൊക്കെ കൈവിടും. നമ്മൾ കണ്ടില്ലേ, യോബിന് പ്രശ്നം വന്ന സമയത്ത് എല്ലാവരും കൈവിട്ടു. സ്വന്തം ഭാര്യ പോലും കൈവിട്ടു. ഭാര്യയോട് പറഞ്ഞു, നീ ദൈവത്തെ കുറ്റം പറയരുത്, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കൂ. കാരണം ഈ പ്രശ്നം വന്നതും പ്രശ്നം മാറ്റുന്നതും ദൈവം തന്നെയാണ്. ദൈവം അവസാനം പറയുന്നുണ്ട്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവേ, പ്രിയമുള്ളവരെ, ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാകണം. ബോധമില്ലാത്ത ഈ കാലഘട്ടത്തിൽ നമുക്ക് സ്വയം ബോധ്യമായി തീരുവാൻ തക്കോണം സാധിക്കണം. പലപ്പോഴും നമ്മളൊക്കെ പെരുന്നാൾ ആഘോഷിക്കുന്നവരാ, അല്ലേ? നോമ്പ് ആഘോഷിക്കുന്നവരാ. എന്നിട്ട് നമ്മൾ പറയും, അച്ഛാ നല്ല ഭംഗിയായിട്ട് നോമ്പ് നോറ്റു, ഭംഗിയായിട്ട് പെരുന്നാൾ ആഘോഷിച്ചു. എൻ്റെ ചോദ്യം അതൊന്നുമല്ല. ഒരു പെരുന്നാൾ കഴിയുമ്പോൾ, ഒരു നോമ്പ് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാകുന്ന മാറ്റം? യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരാഘോഷങ്ങൾ കഴിയുമ്പോൾ, പെരുന്നാളുകൾ കഴിയുമ്പോൾ, നോമ്പ് കഴിയുമ്പോൾ മുമ്പുള്ളതിനേക്കാൾ അല്പം കൂടി ആത്മീയ അവബോധം കൂടുന്നില്ല എങ്കിൽ എന്താണ് ഈ പെരുന്നാൾ കൊണ്ട് നമുക്ക് നേട്ടമുണ്ടാകുന്നത്? എന്താണ് നോമ്പ് കൊണ്ട് നമുക്ക് നേട്ടമുണ്ടാകുന്നത്? നോമ്പെന്നാൽ നോവിന്റെ അമ്പുകൾ ദൈവസന്നിധിയിലേക്ക് അയക്കുന്ന അനുഭവങ്ങളാണ്, അല്ലേ? എന്താ ഉപവാസം? ദൈവത്തോടൊപ്പം വസിക്കുന്ന അനുഭവമാണ്. എന്നാൽ എത്രമാത്രമാണ് ദൈവത്തോടൊപ്പം നമ്മളായിരിക്കുന്നത്? പലരും പറയാറുണ്ട്, മാറി എന്ന് നോമ്പ് നോറ്റു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇതൊന്നും നടക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ആരെയും ബോധിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം എന്താണ്? ദൈവത്തോടുള്ള വലിയൊരു കോളിങ്ങിന്റെ ഭാഗമാണ്. ദൈവവിളി. വിളിക്കപ്പെട്ടവരല്ലാതെ ആരും ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ സാധിക്കത്തില്ല. ഇവിടെ കാണുകയാണ്, രണ്ടാമതായി ഈ സ്ത്രീ വലിയ ഓപ്പണായ മനസ്സോടുകൂടി ദൈവസന്നിധിയിലേക്ക് ഇന്ന് തിരിച്ചു പോവുകയാണ്. മൂന്നാമതായി ഈ സ്ത്രീ നിറവുള്ളവളായി ദൈവസന്നിധിയിൽ തിരിച്ചു പോകും. നമുക്കൊരു ലൈവ്ലിനെസ് വേണം. ഈ സ്ത്രീ എന്താണ്? നിറവുള്ളവളായി തിരിച്ചു പോകുന്നു. വായിച്ചേ 13:15. അവിടെ ഒരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. ക്രിസ്തു പറയുകയാണ്, ഞാൻ ശാബത്തിനും കർത്താവാണ്. ശാബത്ത് ആർക്ക് വേണ്ടിയാ?
മനുഷ്യന് വേണ്ടി, മനുഷ്യൻ ശാപത്തിന് വേണ്ടിയുള്ളതല്ല. യഹൂദന്മാർ ചോദിക്കുകയാണ്, ശാപത്തിൽ സൗഖ്യമാക്കുവാൻ നിന്നോട് ആരാണ് പറഞ്ഞത്? ക്രിസ്തു പറയുകയാണ്, ശാപത്തിനേക്കാൾ വലിയവനാണ് ഞാൻ. നമുക്കറിയാം, ഒരു രാജ്യത്ത് രാജാവുണ്ടെങ്കിലേ അവിടെ ഖജനാവിന് അർത്ഥമുള്ളൂ. രാജാവുണ്ടെങ്കിലേ അവിടുത്തെ ഭരണഘടനയ്ക്ക് അർത്ഥമുള്ളൂ. ഒരു രാജ്യത്ത് തലവനില്ലെങ്കിൽ അവിടെ ആകെ നശിക്കും. ഒരു ഭവനത്തിൽ നാഥനില്ലെങ്കിൽ ആ ഭവനം ശിഥിലമായി പോകും. അങ്ങനെയുള്ള ഭവനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നാഥനില്ല കളരിയാണ്. പ്രിയമുള്ളവരെ, നമുക്കൊരു നാഥനുണ്ട്. നമ്മൾ പാടാറുണ്ട്, നാഥൻ വരവിനായി ഒരുങ്ങിടുവാന്നൊക്കെ പാടാറുണ്ട്. പ്രിയമുള്ളവരെ, ക്രിസ്തു കടന്നു വരുമ്പോൾ ആരാണ് അവനോടൊപ്പം പന്തി ഭോജനത്തിന് യോഗ്യമാകുന്നത്? നമ്മൾ വായിക്കുന്നുണ്ട്, വെളിപാട് പുസ്തകം 3:20 കാണുന്നുണ്ട്. 3:20 അവിടെ ക്രിസ്തുവിനോടൊപ്പം പന്തി ഭോജനത്തിന് യോഗ്യമാകുന്ന അനുഭവത്തെ കുറിച്ച് അവിടെ കാണുന്നുണ്ട്. ഇതാ ഞാൻ വാതിൽ തുറക്കുന്നു, ആരെങ്കിലും എന്നോടൊപ്പം അകത്ത് കടന്നാൽ അവൻ എന്നോടും ഞാൻ അവരോട് ഒരുമിച്ച് ഭക്ഷണത്തിന് ഇരിക്കുമെന്ന് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനോടൊപ്പം വലിയ പന്തി ഭോജനം ഒരു വലിയ മേശയായി നമുക്ക് തീരുവാൻ തക്കോണം സാധിക്കണം. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മളിങ്ങനെ വല്ലാതെ ഒളിച്ചോടുകയാണ്, ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോവുകയാണ്. രാവിലെ അപ്പനവൻ വിളിക്കും, മോനെ പള്ളിയിലേക്ക് പോടാ. പക്ഷേ കുഞ്ഞുങ്ങള് വല്ലാതെ ഒഴിഞ്ഞു മാറുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സന്ധ്യാ നമസ്കാര സമയം വരെ കുഞ്ഞുങ്ങളൊക്കെ പുറത്തു പോകണം. നമസ്കാരത്തെ മണിയടിക്കുമ്പോൾ എവിടെയെങ്കിലും ഓടിപ്പോകും. നമസ്കാരം കഴിഞ്ഞിട്ട് അതേപോലെ തിരിച്ചു വരും. പിന്നെ രാത്രി 10 മണി വരെ പള്ളി കോമ്പൗണ്ടിൽ കാണും. നമ്മളിങ്ങനെ വല്ലാതെ നമ്മുടെ ശീലങ്ങൾ മാറ്റിയെടുക്കുകയാണ്. പഴയ കാലത്തൊന്നും ആരും പറയേണ്ട, താനേ ദേവാലയത്തിൽ കടന്നു പോകും. എന്താ ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ പ്രാർത്ഥന? ബഹുമതിപൂർവ്വം നിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് നിന്റെ നേർച്ചകളെ നിനക്ക് കഴിക്കും. അത് ആരെയും ബോധിപ്പിക്കാനല്ല, ദൈവത്തെ മാത്രം ബോധിപ്പിച്ചാൽ മതി. പ്രിയമുള്ളവരെ, ഇവിടെ കാണുകയാണ്, ഈ സ്ത്രീ യഹൂദന്മാരുടെ വാക്കൊന്നും കേട്ടില്ല. അവൾ നിറവുള്ളവളായി അവിടെ തിരിച്ചു പോവുകയാണ്. നമുക്കറിയാം, കുറവിൽ നിന്നാണ് നിറവിലേക്ക് തീരുന്നത്. കിണറ്റിലെ വെള്ളം കോരുംതോറും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തെങ്കിലേ നമുക്ക് നന്മ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, കൊടുക്കുന്തോറും വർദ്ധിക്കുമെന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും ഇന്ന് നമ്മൾ കൊടുക്കാന്ന് പറയും, കൊടുക്കത്തില്ല. സക്കായി പറഞ്ഞു, കർത്താവേ, എന്റെ വസ്തുക്കളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരെന്തെങ്കിലും അപകരിച്ചിട്ടുള്ളത് ഞാൻ 1/4 വീതം തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴാ പറഞ്ഞേ, ഇവനും അബ്രഹാമിന്റെ മകനാകൊണ്ട് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. ഒരു വാക്കിയോട് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്ന എന്തിനാ? കാണാതെ പോയതിനെ അന്വേഷിച്ച് രക്ഷിക്കുവാനായിട്ടാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നമ്മളൊക്കെ ആരാ? കാണാതെ പോയ പാപികളാ. മുടിയനായ പുത്രനും പുത്രിയും നമ്മളൊക്കെ. പക്ഷേ നമ്മൾ ദൈവത്തോട് അനുദപിച്ചെങ്കിൽ മാത്രമേ, കാരണം അനുദപിക്കുന്ന പാപിയെ ദൈവം സ്നേഹിക്കുന്നു. അതങ്ങനെ തന്നെയാണ്. ദാവീദ് അനുദപിച്ചപ്പോൾ ഇരട്ടിയായിട്ട് അനുഗ്രഹം കൊടുത്തു, അല്ലേ? ആരൊക്കെ അനുദപിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ദൈവം ഇരട്ടിയായിട്ട് അനുഗ്രഹം കൊടുത്തു. പക്ഷെ ആരൊക്കെ ദൈവത്തെ ധിക്കരിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ശിക്ഷകളും കൊടുത്തു. യൂദയ്ക്ക് എന്തു പറ്റി? കെട്ടിനാഞ്ഞ് ചത്തുകളഞ്ഞു. യൂദ അയോഗ്യമായിട്ട് അപ്പം ഭക്ഷിച്ചു. അപ്പം യൂദയിൽ ആര് കയറി? സാത്താൻ കയറി. അയോഗ്യമായിട്ട് അപ്പം ഭക്ഷിച്ചാൽ നമ്മളിൽ ആര് കയറും? സാത്താൻ കയറും. അപ്പൊ ആരിഞ്ഞിറങ്ങും? ദൈവം ഇറങ്ങും. മരത്തിന് മുകളിൽ നിന്ന് സക്കായി ദൈവത്തെ നോക്കിയപ്പോൾ ദൈവം അവന്റെ ഉള്ളിൽ കയറി നോക്കി, അവന്റെ ഉള്ളിലേക്ക് ദൈവം അങ്ങ് കയറി. എന്നാൽ ഇവിടെ യൂദയുടെ ഉള്ളിൽ നിന്ന് ദൈവം അങ്ങ് ഇറങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, നാം തിരിച്ചറിയണം, നമ്മളോടൊപ്പം ആരാണ് ഉള്ളത്. നമുക്ക് ദൈവത്തെ വേണോ പിശാചിനെ വേണോ? ദൈവത്തെ മാമോനെ ഒരുമിച്ച് സേവിക്കുവാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ മറ്റു കാര്യങ്ങളിൽ, ക്രമീകരണങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നാം തിരിച്ചറിയേണ്ടത്, സഭയുടെ വിശ്വാസങ്ങൾ വെള്ളം ചേർക്കുവാൻ നമ്മൾ ശ്രമിക്കരുത്. അതിനെ പരിപാലിക്കുവാൻ, പോഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. സഭയെ വർദ്ധിപ്പിക്കുന്നതിന് വാഴ്ത്തപ്പെട്ടാനാകുന്ന പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇതാ ഈ സ്ത്രീ നിറവുള്ളവളായി അനുഗ്രഹിക്കപ്പെട്ടവളായി തിരിച്ചു പോകുന്നു. അവൾ ആരെയും കുറ്റം പറയുന്നില്ല. നമ്മളാണെങ്കിലോ യഹൂദന്മാര് 10 കുറ്റം പറഞ്ഞേനെ. അവൾ പറഞ്ഞത്, എനിക്ക് ആരെയും ഒന്നും പറയേണ്ട ആവശ്യമില്ല, എന്റെ ദൈവത്തോട് മാത്രമാണ് എൻ്റെ ബന്ധം. ഞാൻ സമൂഹത്തെ ശ്രദ്ധിക്കുന്നില്ല, എൻ്റെ ബന്ധം ദൈവത്തോടൊപ്പമാണ്. നിങ്ങൾക്കറിയാം, ഈ കാലഘട്ടം വല്ലാത്തൊരു കാലമാണ്. ആർക്കും ജീവിക്കാൻ കഴിയാത്ത കാലമാണ്. ഒരു കുഞ്ഞ് +2 കഴിഞ്ഞാൽ ചോദിക്കും, മോനെ ഇനി എന്ത് പഠിക്കാൻ പോവാന്ന് ചോദിക്കും. അവൻ പറയും, പുതിയ കോഴ്സ് പോവാ, പുറത്തു പോവാന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് 10-15 വയസ്സാകുമ്പോൾ എന്തോ ചോദിക്കും, മോനെ കാര്യങ്ങളൊന്നും ആയില്ലേടാന്ന് ചോദിക്കും. കുറെ കഴിഞ്ഞ് സഹി കേട്ട് അവനൊരു കല്യാണം കഴിക്കുമ്പോൾ ചോദിക്കും, മോനെ
ജോലിയൊന്നും ആയിലിടാൻ ചോദിക്കും. അവസാനം മുന്നോട്ട് പോയി, നിങ്ങൾക്കറിയാം ഇനി എന്തൊക്കെയാ ചോദിക്കുന്നതെന്ന്. അവസാനം ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേതെങ്കിലും ദേശത്ത് പോകേണ്ടി വരും. കാരണം ഈ സമൂഹം അങ്ങനെയാണ്, ഒരാളെ നിരന്തരമായ വേട്ടയാടുകയാണ്. നമുക്കറിയാം സോഷ്യൽ മീഡിയകളിലൊക്കെയും സഭയ്ക്കെതിരായി ഓരോ വ്യക്തികൾക്കെതിരായി എന്തൊക്കെയാണ് അല്ലെ വാർത്തകൾ പടച്ചു വിടുന്നത്. കാരണം ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, സത്യത്തെ വളച്ചൊടിക്കുവാൻ പോലും മനുഷ്യരെന്ന് തയ്യാറാവുകയാണ്. സത്യത്തെ കള്ളമാക്കുവാനും കള്ളത്തെ സത്യമാക്കുവാനും ഇന്ന് സാധിക്കും. എന്നാൽ നാം തിരിച്ചറിയേണ്ട, ദൈവസന്നിധിയിൽ നമുക്ക് ഒരു നിർമ്മലമായ ജീവിതവും നീതിയായ ജീവിതവും നമുക്കുണ്ടാകണം. നമുക്ക് ശരിയെന്ന് തോന്നിയാൽ ചെയ്യുവാനും ജീവിതത്തിൽ നിലപാടുകൾ നമുക്ക് ഉറച്ചു നിൽക്കുവാനും തക്കോണം സാധിക്കണം. മൂന്നാമത് കാണുകയാണ് എന്ത്? ഒരു വലിയ നിറവുള്ളവളായി ഈ സ്ത്രീ കടന്നു വരികയാണ്. പത്രോസ്ലീഹ ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഞങ്ങൾ എത്ര പ്രാവശ്യമാണ് ഞങ്ങളുടെ സഹോദരങ്ങളോട് തെറ്റുകൾക്ക് ക്ഷമിക്കേണ്ടെന്ന് ചോദിക്കുന്നുണ്ടല്ലേ? എന്താ പറയുന്നേ? 7 വട്ടം. പത്രോസ് ചോദിക്കുന്നുണ്ട്, 7 പ്രാവശ്യം മതിയോ എന്ന് അല്ലേ? ഇവിടെ കൊണ്ട് നിർത്തിയും കുഴപ്പമില്ലായിരുന്നു. പത്രോസ് തിരിച്ചു ചോദിക്കുകയാണ്, 7 പ്രാവശ്യം മതിയോ? നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും എക്സ്ക്യൂസ് എടുക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവരാജ്യത്തിലെ കുറുക്കു വഴികളൊന്നുമില്ല. കാരണം ദൈവരാജ്യത്തേക്കുള്ള വഴി അത് ഇടുങ്ങിയതാണ്, അവിടെ ചെന്നാൽ വിശാലമാണ്. എന്നാൽ നരകത്തിലേക്കുള്ള വാതിൽ വിശാലമാണ്, അവിടെ ചെന്നാലത് ഇടുങ്ങിയതാണ്. പ്രശ്നങ്ങളുണ്ട്. ഒരിക്കലും പത്രോസ്ലീഹയുടെ അടുത്തേക്ക് ഭൂമിയിൽ നിന്ന് 2 പേരവിടെ ചെന്നു. അപ്പോഴ് 2 പേരെയും കൊണ്ട് 2 ഡിസ്പ്ലേ ഒക്കെ കാണിച്ചു. അപ്പോഴ് ഭൂമിയിലെ വലിയൊരു ടീം, വലിയൊരു അംബാനിയെ പോലുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം നോക്കിയത് നമുക്കറിയാം എന്തായിരിക്കുമെന്ന്. വലിയ ആഡംബരമുള്ള ജീവിതവും ഒക്കെ നോക്കി അദ്ദേഹം ഇങ്ങനെ ഡിസ്പ്ലേ കണ്ട സമയത്ത്, നരകത്തിൽ പോയ സമയത്ത് ആഘോഷവും പാട്ടും നൃത്തവും. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, കൊള്ള ഇവിടെ തന്നെ മതി. സ്വർഗത്തിൽ പോയപ്പോഴും കുറച്ചുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവിടെ വിശാലമായ സൗകര്യങ്ങളൊന്നുമില്ല, എപ്പോഴും ധ്യാനമേ ഉള്ളൂ. അയാൾ വിചാരിച്ചു, ഞാൻ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല, അതുകൊണ്ട് ഞാൻ നരകത്തിൽ പോകാമെന്ന് വിചാരിച്ചു. മറ്റേയാള് ഒരു ദരിദ്രനായ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ആഘോഷമൊന്നും വേണ്ട, എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രശ്നം വന്നത്, നരകത്തിന് ഡിസ്പ്ലേ കാണിച്ചുകൊണ്ടിരുന്നു. ഡിസ്പ്ലേ അങ്ങ് മാറി. ഉള്ളിലേക്ക് വന്നപ്പം പ്രശ്നം കൈവിട്ടു പോയി. അവസാനം നിങ്ങൾക്കറിയാം, കെടാത്ത അഗ്നി ചാകാത്ത വിഴുവും. ഈ മനുഷ്യന്റെ ഇടപാട് തീർന്നു. ഇത് മനസ്സിലാക്കേണ്ടത്, പുറമേ കാണുന്ന ഒന്നും മോഹിച്ച് നമ്മൾ അകത്തേക്ക് ചെല്ലരുത്. കാരണം മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്ന, പാപത്തിന് ശമ്പളം മരണമത്രേ. അതാണ് പഴയ കാലത്തൊക്കെ പിതാക്കന്മാർ നമ്മൾ പഠിപ്പിച്ചിരുന്നത്. ഒരുപാട് പേര് പട്ടുപോയിട്ടുണ്ട്. ദൈവത്തോട് ധിക്കാരം കാണിക്കുന്നവർക്ക് പട്ടുപോയി. മോശയ്ക്കെതിരെ സംസാരിച്ച മിദിയാൻ കുഷ്ഠരോഗിയായി തീർന്നു. ദൈവത്തിനെതിരായി സംസാരിച്ചാൽ നമുക്ക് അപകടം സുനിശ്ചിതമാണ്. നമ്മൾ കാണുന്നുണ്ട്, ലക്ഷ്മണരേഖ ഭേദിച്ച അല്ലെ സീതയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടിട്ടുണ്ട്. പരിധികൾ ലംഘിച്ചാൽ നമുക്ക് അപകടം സംഭവിക്കും. ഒരു സിമ്മിന് ഒരു പ്രൊവൈഡർ ഉണ്ട്. ആ പ്രൊവൈഡർ പരിധി ലംഘിച്ചതിന് റേഞ്ച് കിട്ടത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു പരിധികളുണ്ട്. പരിധികൾ ലംഘിച്ചാൽ അവർക്ക് പിന്നെ അവരെ കിട്ടാൻ പ്രയാസമാണ്. പല കുഞ്ഞുങ്ങളെ കുറിച്ചും കേട്ടിട്ടുണ്ട്, അച്ഛാ എൻ്റെ മോളായോണ്ട് പറയുമല്ല, എൻ്റെ മോനായോണ്ട് പറയുമല്ല. ഇത്രയും നല്ലൊരു കൊച്ച് ഈ നാട്ടിലില്ല. കാരണം കൊച്ച് മേളിയും താപ്പോട്ടിറങ്ങത്തില്ല, എപ്പോഴും മുറിക്കകത്ത് അടച്ചിരിക്കുക. പക്ഷെ മുറിക്കകത്ത് ഇരുന്നുകൊണ്ട് മോനും മോളും ലോകത്തിന്റെ വേലിക്കെട്ട് മൊത്തവും പൊളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അപ്പനും അമ്മയും കാണുന്നില്ല. എന്തിൽ കൂടാ? ഫോണിൽ കൂടാ. പണ്ടൊരു പാട്ടുണ്ട്, ലോകത്തിലേക ആശ്രയം യേശു മാത്രം. എന്നത് മാറി. ലോകത്തിലേക ആശ്രയം എന്തുവാ? ഇത് മതിയാ ചേല ഇതിനകത്തുണ്ട്. വേദോസ്തമായന പറഞ്ഞ ഇതിനകത്തുണ്ട് അല്ലേ? പാട്ട് പറഞ്ഞ ഇതിനകത്തുണ്ട്. നമസ്കാരം പറഞ്ഞ ഇതിനകത്തുണ്ട്. നമ്മുടെ പള്ളിയിൽ നമുക്കറിയാലോ, ഒരു കുർബാനക്രമം പോലും പിടിച്ചേക്കാൻ ആൾക്കാർക്ക് മടിയാണ് അല്ലേ? വേദോസ്തം പിടിച്ചേക്കാൻ മോശമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്. തിരുശേഷികളെ പോലെ ആ കുർബാനക്രമമൊക്കെ ഇരിക്കുന്നത്. കാരണം ആരും അത് എടുക്കാറില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഭംഗിയായിട്ട് അവിടെ ഇരിക്കുന്നത്. ഇത് മാത്രവുമല്ല, കേസിലൊക്കെ പിടിച്ച പ്രതിയെ പോലെ ഓർത്തഡോക്സുകാരൻ പള്ളി വന്നിരിക്കുന്നത്, കൈ കെട്ടി എന്നെ ഒന്നും ചെയ്യല്ലേ, ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾ ഹൃദയങ്ങളെ തുറന്ന് സംസാരിച്ച്, ദൈവവുമായിട്ട് സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി തിരിച്ചു പോകുവാൻ സാധിക്കണം. നമ്മൾ എന്തിനാ വരുന്നേ? ഉത്തരം കണ്ടെത്താനാണ്. അതുകൊണ്ട് ഉത്തരം കണ്ടെത്തി തന്നെ തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. അവസാനം കാണുകയാണ് അതിൻ്റെ
മൂന്നാം ഭാഗം അവസാനിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അവൾ ദൈവസന്നിധിയിൽ നിറവുള്ളവളായി സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ്. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ, പ്രതിസന്ധികളൊക്കെ ഉണ്ടാകട്ടെ, ദൈവത്തെ നമുക്ക് ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. ഒരിക്കല് കാറ്റും കോളുമുള്ള വലിയൊരു പുഴയുടെ അടുത്ത് ഒരു ഗുരുവും ശിഷ്യനും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ രണ്ടുപേർക്കും ഭംഗിയായിട്ട് നീന്തലൊന്നും അറിയത്തില്ല. അപ്പൊ ആ സമയത്ത് അവിടെ അങ്ങ് വള്ളമൊന്നും കണ്ടില്ല. അപ്പോൾ ഈ ശിഷ്യൻ രണ്ടും കൽപ്പിച്ച് ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു മന്ത്രം അങ്ങ് ചൊല്ലി. എന്താ ചൊല്ലിയെന്നറിയാമോ? വലിയ ആഴമുള്ള പുഴയാണ്, നീളമുണ്ട്, ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലിയതാ ഗുരുവേ നമ, ഗുരുവേ നമ എന്ന് ചൊല്ലി ഇവനങ്ങ് അപ്പുറത്ത് പോയി. ഇത് കണ്ട് ഗുരു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താ ദൈവമേ, എൻ്റെ കൂടെ നിന്നവൻ എൻ്റെ ശിഷ്യന് അപ്പുറത്ത് പോയി, എൻ്റെ അവസ്ഥ എന്തോ ആയി തീരും, ഇവൻ എന്നോട് കൊണ്ടുപോയിക്കൂടായിരുന്നു. അപ്പോൾ ചോദിച്ചു, ഏട്ടാ നീ എങ്ങനെ പഠിച്ചടാ ഈ നീന്തലൊക്കെ? പറഞ്ഞ, ഞാൻ ഗുരുവേ ഞാൻ പഠിച്ചതല്ല, നിവൃത്തിയേറുണ്ടാ, അങ്ങേ മനസ്സിൽ ധ്യാനിച്ചപ്പോൾ ഞാനങ്ങ് അപ്പുറത്തേരുന്നു. അപ്പൊ ഗുരു വിചാരിച്ച്, കൊള്ളാം, എനിക്ക് ഇത്ര ശക്തിയൊക്കെ ഉണ്ടോ, ഉണ്ട്, ഞാൻ ഈ മന്ത്രം അങ്ങ് ചൊല്ലാന്ന് വിചാരിച്ചു. ഗുരു എന്തുമായിരിക്കും ചൊല്ലിയത്? അവൻ എന്തോ ചൊല്ലിയത്? ഗുരുവേ നമ, ഗുരുവേ നമ. ഗുരു വിചാരിച്ചു, ഞാനെന്ത് അങ്ങനെ ചൊല്ലുന്നേ, ഞാൻ ഗുരുവല്ലേ, അപ്പൊ ഞാൻ ഇങ്ങനെ ചൊല്ലും മന്ത്രം, ഞാനേ നമ, ഞാനേ നമ. ഞാനെന്ന് പറഞ്ഞപ്പോൾ ആഴത്തിൽ താന്നുപോയി. ഞാൻ മാറിയെങ്കിലേ ജ്ഞാനം വരികയുള്ളൂ. ഞാനെന്ന് ചിന്തിച്ചാൽ നമ്മൾ ആഴങ്ങളിൽ താഴ്ന്നു പോകും. ഒരു മത്സ്യത്തെ സംബന്ധിച്ച് ഇതിന് ആഴങ്ങളിലേക്ക് ഒളിയിടാം, അതിന് പുറത്തേക്ക് കടന്നു വരാം. പക്ഷേ സമുദ്രം ഭേദിച്ച് പുറത്തു വന്നാൽ, അത് കരയിൽ വന്നാൽ അപകടം സുനിശ്ചിതമാണ്. രണ്ട്, മത്സ്യത്തെ സംബന്ധിച്ച് അതിന് കടലിൽ കിടക്കുമ്പോൾ അതിനെ ആർക്കും ഉപ്പ് പിടിപ്പിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ അത് കരയിൽ വന്നാൽ അതിനെ കൊന്നിട്ടേ ഉപ്പ് പിടിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളും അങ്ങനെയാണ്. എന്താ, അവര് ദേവാലയത്തിൽ വരുമ്പോൾ, സൺഡേ സ്കൂളിൽ വരുമ്പോൾ വരെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ഇതൊക്കെ വിട്ട് വേറൊരു ജീവിതശൈലി പോകുമ്പോഴാണ് പതുക്കെ ഇങ്ങനെ സാത്താൻ പിടിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ മറന്നു പോകുന്നില്ല. നമ്മൾ എത്ര കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥനകൾ അറിയാം, നമ്മൾ എത്രമാത്രം പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും പ്രാർത്ഥനകളെ നമ്മൾ നിസ്സാരമായി കരുതുന്നുണ്ട്. 12 പാസ്സായവനോട് ചോദിക്കാമോ ശുദ്ധോള്ള ബാബ എന്ന പ്രാർത്ഥന ചോദിക്കാമോ? അവൻ പറയും, ശുദ്ധോള്ള ബാബ എനിക്കറിയത്തില്ല, അന്ത്രേയാസ് ബാബ എനിക്കറിയാമെന്ന് പറയും. അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ശരിയായി എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും പുതിയ തലമുറയ്ക്ക് വഴികാട്ടുവാനും നമുക്ക് സാധിക്കണം. മൂന്നാം ഭാഗം അവസാനിക്കുമ്പോൾ ഇവൾ നിറവുള്ളവളായി തലമുറകൾക്ക് സാക്ഷ്യമായി അവിടെ നിന്ന് കടന്നു പോവുകയാണ്. നാലാമതായി കാണുകയാണ് ആ ഒരു സമൂഹത്തിന്റെ പ്രത്യേകത. ഒരു സാക്ഷ്യമില്ലാത്ത സമൂഹമായിരുന്നു ആ സമൂഹം, സാക്ഷ്യമില്ലാത്ത ഒരു സമൂഹം. എന്നാൽ അവിടെയാണ് ഈ സ്ത്രീ സാക്ഷ്യമുള്ളവളായി അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. എന്താ, ഈ സ്ത്രീ സാക്ഷ്യമുള്ളവളായി തിരിച്ചു പോകുന്നു. ഒന്ന് വായിച്ചു, ലൂക്കോസ് 13:17. ഇത് പറഞ്ഞപ്പോൾ അതിന്റെ 16-ാം വാക്യം വായിച്ചു. എന്നാൽ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ നമ്മൾ കണ്ടിട്ടുണ്ട്. സക്കായിയോട് പറയുന്നുണ്ട്, ഇവൻ അബ്രഹാമിന്റെ മകൻ എന്ന് പറയുന്നു. ഇവിടെ പറയുകയാണ് ഈ സ്ത്രീയോട്, ഇവൾ അബ്രഹാമിന്റെ മകളെന്ന് പറയുന്നു. ഇവളെ ശാപത്തിൽ അഴിച്ചുവിട്ടത്, ശാപത്തിൽ ബന്ധനം മാറ്റിയത് തെറ്റാണോ എന്ന് ചോദിക്കുന്നു. ഇപ്പൊ എന്താ പറയുന്നത്? ഇത് കേട്ടപ്പോൾ വിരോധികളെല്ലാം നാണിച്ചു, അല്ലേ? അനുകൂലികളൊക്കെ സന്തോഷിച്ചു. ഇവിടെ കാണുകയാണ് അവൾ സാക്ഷ്യത്തോടെ തിരിച്ചു പോവുകയാണ്. ഈ ഒരു സാക്ഷ്യമാണ് ഇന്ന് സമൂഹത്തിൽ നിന്ന് അസ്തമിച്ചു പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അച്ഛാ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. അതിപ്പം കല്യാണം കഴിച്ചു വിട്ട മോളോടായാലും പ്രായമുള്ള അമ്മച്ചിയോടായാലും നമ്മൾ ചോദിക്കുക, അമ്മച്ചി ജീവിതം അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയും, ഓ ഇങ്ങനെ അങ്ങ് പോകുന്നച്ചാന്ന് പറയും. കല്യാണം കഴിച്ച മോളായാലും പറയും, പഠിക്കുന്ന കുഞ്ഞുങ്ങളായാലും പറയും, ഒരു പരുവത്തിനങ്ങ് പോകുന്നച്ചാന്ന്. പക്ഷെ ആരും പറയത്തില്ല അച്ഛാ പൂർണ്ണമായിട്ടും കുഴപ്പമില്ലെന്ന് ആരും പറയത്തില്ല. കാരണം ജീവിതം അങ്ങനെയാണ്. ജീവിതം ഒരു വലിയ തിരമാല പോലെയാണ്.
വേലിയേറ്റമുണ്ട്, വേലിയിറക്കമുണ്ട്, സന്തോഷമുണ്ട്, സുഖമുണ്ട്. കാരണം ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. ജീവിതം സ്റ്റേബിളായി പോകാൻ പ്രയാസമാണ്, അല്ലേ? നമുക്കറിയാമല്ലോ, എന്നും ഒരു കാര്യം ചെയ്താൽ അതിനകത്തൊരു സന്തോഷമില്ല. ചിലപ്പോൾ ദുഃഖം വരും, ചിലപ്പോൾ സന്തോഷം വരും, ചിലപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ കോട്ടങ്ങൾ ഉണ്ടാകും. അങ്ങനെ വല്ലാതെ മാറി സഞ്ചരിക്കുമ്പോഴാണ് സന്തോഷം നമുക്കുണ്ടാകുന്നത്. നമ്മൾ പരസ്യം കണ്ടിട്ടുണ്ട്, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തവർ? പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തരുന്ന കൃപകളെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നില്ല. ഒരിക്കല് ഒരു കപ്പൽ അപകടത്തിൽ പെടുന്നുവെന്ന് മെസ്സേജ് കിട്ടി. അപ്പൊ ആ സമയത്ത് എല്ലാവരും രക്ഷപ്പെടുന്ന മാർഗങ്ങളൊക്കെ നോക്കുകയാണ്. അവിടെ ഒരു ബോട്ട് ഇങ്ങനെ കടന്നു വന്നു. കുറച്ച് പേര് ബോട്ടിലങ്ങ് കയറി, കുറച്ച് പേര് ലൈഫ് ജാക്കറ്റ് വഴി രക്ഷപ്പെടാൻ നോക്കി. നീന്തൽ അറിയാവുന്ന നീന്തി പോയി. പിന്നെ പല മാർഗങ്ങൾ ഉപയോഗിച്ചു. ഇപ്പോൾ ഒരാൾ മാത്രം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും കാണുമല്ലോ ഭക്തന്മാർ. അപ്പോൾ നമുക്കറിയാം, ഭക്തി നല്ലതാണ്, പക്ഷെ വിവേകം കൂടി നമുക്ക് വേണം. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പലരും പറഞ്ഞ് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ വന്നു, അത് നോക്ക്, ഇത് നോക്കെന്നൊക്കെ പറഞ്ഞു. ഇയാളൊന്നും കേട്ടില്ല. സനയോട് പറഞ്ഞ ഡയലോഗ് എന്തെന്നറിയാമോ? എന്നെ ദൈവം നേരിട്ട് വന്ന് രക്ഷിച്ചുകൊള്ളു, ഞാൻ നിന്നെ പോലൊന്നുമല്ല. പണ്ടില്ലേ ചുങ്കക്കാരൻ പരീശനെ പോലെ, പരീശൻ പറഞ്ഞ പോലെ, ഞാൻ ഈ ചുങ്കക്കാരനെ പോലൊന്നുമല്ല, അവൻ അട്ടർ വേസ്റ്റ്, അവനെ കൊള്ളത്തില്ല, അവൻ പള്ളി ഒരു കാര്യത്തിന് പൈസ കൊടുക്കുന്നവനല്ല, അവൻ നോമ്പ് നോക്കുന്നവനല്ല, ഞാൻ അങ്ങനല്ല, ഇപ്പോഴും നോമ്പ് നോക്കും, പ്രാർത്ഥിക്കും, അതുകൊണ്ട് അവനെ പോലെ എന്നെ കൂട്ടരുത്, എനിക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്നൊക്കെ പറയും. അപ്രകാരം ഈ മനുഷ്യനും പറഞ്ഞു, എനിക്ക് ദൈവവുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെ ദൈവം എന്നെ നേരിട്ട് വന്ന് രക്ഷിച്ചുകൊള്ളു. അവസാനം എല്ലാ മാർഗവും അടഞ്ഞു, വിശാലമായ കാറ്റും കോളും മഴയൊക്കെ വന്നു. അങ്ങനെ എല്ലാ മനുഷ്യരും രക്ഷപ്പെട്ടു. ഈ മനുഷ്യൻ അവസാന പിടിവള്ളി എന്നോണം ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ ഇറക്കി, മുകളിൽ നിന്ന് ഹെലികോപ്റ്റർ ഇറക്കി ഇങ്ങനെ വന്നു. അപ്പോൾ വന്ന സമയത്ത് അവൻ അതിലും കയറി രക്ഷപ്പെട്ടില്ല. അപ്പം ദൈവം അയച്ചതാണെന്ന് മനസ്സിലാക്കുവാൻ അവന് കഴിഞ്ഞില്ല. ഇവനങ്ങ് മരിച്ച് മുകളിൽ ചെന്ന സമയത്ത് ദൈവത്തോട് തർക്കിക്കുകയാണ്, കർത്താവേ, എന്നാലും ഞാൻ നിന്നോട് ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് നീ എന്നെ കൈവിട്ടല്ലോ. അപ്പം ദൈവം പറഞ്ഞു, എടാ മണ്ട, നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പല മാർഗങ്ങൾ തന്നു. നിനക്കൊരു ബോട്ട് അയച്ചു തന്നു, ലൈഫ് ജാക്കറ്റ് തന്നു, ഹെലികോപ്റ്റർ അയച്ചു തന്നു, പല മാർഗങ്ങൾ നിനക്ക് തന്നു. പക്ഷേ നിനക്ക് ഒന്നും വേണ്ട, അതുകൊണ്ട് നീയൊക്കെ ഇവിടെ കിടന്ന് മരിക്കുന്നതാണ് നല്ലത്, അല്ലേ? എന്താ കാണുന്നത്? ചില മനുഷ്യർക്ക് രക്ഷപ്പെടുവാൻ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും, രക്ഷപ്പെടുവാൻ മാർഗങ്ങൾ ഉണ്ടായിട്ടും, രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം ആളുകൾ ഉണ്ടായിട്ടും ഇതിനെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്ത മനുഷ്യരുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ കാണുന്ന ഒരു വലിയ കാഴ്ച, ഈ സ്ത്രീ ഒരു സാക്ഷ്യമായിട്ട് തീരുകയാണ്, ഒരു മാതൃകയായിട്ട് തീരുകയാണ്. നമ്മുടെ കോളിംഗ് തന്നെ മാതൃകയില്ലാത്ത ലോകത്തിൽ മാതൃകയായി ജീവിക്കുക എന്നുള്ളതാണ്. പലരെ കുറിച്ചും പറയാറുണ്ട്, അവരൊരു വലിയ റോൾ മോഡലാന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷം കിട്ടും. പരിശുദ്ധനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരി ആയിരിപ്പിൻ. മഹാനായ ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞു, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. നമുക്ക് എന്ത് ഇപ്രകാരം പറയാൻ സാധിക്കാത്തത്? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയാണ്. പ്രിയമുള്ളവർ, ഈ സ്ത്രീ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ക്രിസ്തുവിന്റെ മകൾ തന്നെയാണ്. ക്രിസ്തു തന്നെ പറഞ്ഞു, ഇവൾ അബ്രഹാമിന്റെ മകളാണ്. ഇതിൽ കൂടുതൽ സാക്ഷ്യം ഇനി നമുക്ക് കേൾക്കാനില്ല. ഈ ലോകത്തിൽ നമുക്ക് എന്തൊക്കെ തന്നാലും, എത്രമാത്രം സമ്പത്ത് തന്നാലും, ദൈവത്തിന്റെ മകനാണെന്ന് ഒരു സാക്ഷ്യം നമുക്ക് കിട്ടുന്നതിലുപരിയായിട്ട് നമുക്ക് മറ്റൊന്നുമില്ല. ലോട്ടറി അടിച്ചാലും, ഒരുപാട് പ്രൗഢികൾ കിട്ടിയാലും, വലിയ വീട് വെച്ചാലും, ആഡംബരങ്ങൾ കിട്ടിയാലും ഒന്നും നമുക്ക് ഇത്രമാത്രം സന്തോഷം കിട്ടത്തില്ല. നമ്മളെ ചിന്തിച്ചു നോക്കി, നമ്മളൊക്കെ ഓടിട്ട ഭവനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, ചിലരൊക്കെ ഓലമേഞ്ഞ ഭവനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, ഓലമേഞ്ഞ കൺവെൻഷൻ പന്തലിൽ നിന്ന് കൺവെൻഷൻ കേട്ടിട്ടുണ്ട്. പക്ഷേ സാഹചര്യങ്ങളൊക്കെ മാറി, എല്ലാവർക്കും സമ്പത്തുണ്ടായി, വലിയ വിശാലമായ ജീവിത ശൈലികളായി. അപ്പോഴെന്താ സംഭവിച്ചത്? ദൈവത്തെ വല്ലാതെ മനുഷ്യരങ്ങ് മറന്നു. എന്റെ ഫലമല്ലേ ഈ കണ്ട കാഴ്ചകളൊക്കെയും? എന്തുമാത്രം അക്രമങ്ങളായി ഇപ്പം നടക്കുന്നത്, എന്തുമാത്രം ലോകത്തെ പ്രശ്നങ്ങളായി ഇപ്പം നടക്കുന്നത്.
എന്തുമാത്രം അതിക്രമങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയുക, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ഉയർച്ചയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ മേന്മയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇന്ന് താഴോട്ട് പോവുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ, നമ്മൾ ഉപവസിക്കാതെ ഇരുന്നാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് വല്ലാതെ അകലുകയാണ്. പ്രിയമുള്ളവരെ, ഒരാത്മീയ അന്തരീക്ഷം നമുക്കുണ്ടാകണം. പരിശുദ്ധനായ പരിമളത്തിൻ ഇപ്രകാരം പറയുന്നുണ്ട്, പ്രാർത്ഥന എന്നത് ദൈവവുമായിട്ട് നമ്മെ ബന്ധിപ്പിക്കുന്ന പൊൻചങ്ങലയാണ്. ആ ചങ്ങല പൊട്ടിക്കുവാൻ നമുക്കൊരിക്കലും ഇടയാകരുത്. നമ്മൾ ട്രെയിനിന്റെ ബോഗി കണ്ടിട്ടുണ്ട്, കണക്ട് ചെയ്താ പോകുന്നത്. അതിന്റെ ഫ്രണ്ട് ബോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, ഒരു ഭവനത്തിലെ തലവൻ അത് പിതാവാണ്. പിതാവിന്റെ മാതൃക കണ്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത്. ചിലപ്പോഴൊക്കെ നമ്മൾ പല സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ കുടുംബമായിട്ട് പള്ളിയിൽ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു അപൂർവ കാഴ്ചയാണ്, ശരിയാ, എന്നാൽ പോലും ചില സന്ദർഭങ്ങളിലെങ്കിലും കാണാറുണ്ട്. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എന്നാൽ പഴയ കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, അമ്മച്ചിമാർ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് ഒന്നും സംസാരിക്കത്തില്ല. തലേ ദിവസത്തെ പ്രാർത്ഥനയോടെ ഒരുങ്ങും. പ്രത്യേക ഡ്രസ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി സന്തോഷമായിട്ടാണ് പോകുന്നത്. കാണാൻ തന്നെ ഒരു ചേലുണ്ട്. ഇന്ന് വല്ലാതെ മാറി. ഇന്ന് എവിടെങ്കിലും പോയിട്ട് വന്ന ഡ്രസ്സും കൊണ്ട് നേരെ പള്ളിയിലോട്ട് കയറുക. ഒരുക്കമില്ലാതെ, ഒരു യാതൊരു പ്രിപ്പറേഷനും ഇല്ലാത്ത ജീവിതശൈലി. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഒന്ന് മാറ്റിമറിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ തക്കോണം നമുക്ക് സാധിക്കും. ദൈവം കരുണയുള്ളവനാണെന്ന് വലിയ ബോധ്യം നമുക്കുണ്ടാകണം. നാലാമത് കാണുകയാണ്, ദൈവസന്നിധിയിൽ ഈ സ്ത്രീ പ്രാർത്ഥിച്ചപ്പോൾ, സൗഖ്യം യാചിച്ചപ്പോൾ അവളിൽ നിന്ന് ഭൂതാത്മാവ് വിട്ടുപോവുകയാണ്. അവളിൽ നിന്ന് ലഗിയോൻ വിട്ടുപോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലപ്പോഴും പാപത്തിന്റെ കൂനുകൾ നമുക്കുണ്ടാകും. എന്നാൽ അതിനെ സൗഖ്യമാക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവം തൊടാതെ ഒന്നും മാറ്റപ്പെടുകയില്ല. പ്രിയമുള്ളവരെ, നാലാമത് കാണുകയാണ്, ഇവൾ സാക്ഷിയായി തീരുകയാണ്. പ്രിയമുള്ളവരെ, എബ്രായ ലേഖനത്തിൽ കാണുന്നുണ്ട്, നാമും വലിയൊരു സാക്ഷിയുള്ള സമൂഹം ചുറ്റി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മുറുകെ പറ്റുന്ന പാപവും ഭാരമൊക്കെ വിട്ട് നമുക്കായി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഓടുവീൻ എന്ന് പൗലോസ് സാക്ഷിക്കുന്നുണ്ട്. നമുക്കൊരു വലിയ വിശ്രമ കേന്ദ്രമുണ്ട്. അത് ദൈവസാന്നിധിയിൽ തന്നെ സ്ഥിരമായിരിക്കണം. നമ്മുടെ ലക്ഷ്യം ദൈവസാന്നിധിയിൽ ശാശ്വതമായിരിക്കണം. നമുക്കറിയാം, എത്ര വലിയ ഓട്ടക്കാരാണെങ്കിലും ട്രാക്ക് തെറ്റി ഓടിയാൽ വിജയം പ്രാപിക്കുവാൻ സാധിക്കത്തില്ല. കാരണം എന്താ? ഓടുന്നവന് ലക്ഷ്യം പ്രധാനമാണ്, മാർഗം പ്രധാനമാണ്. കാൾ മാർക്സിന്റെ ഒരു തിയറി ഉണ്ട്, നമുക്കറിയാം. എന്താ അത്? ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ലക്ഷ്യവും മാർഗവും ഒരുപോലെയാണ്. രണ്ടും അത് ഭംഗിയായിട്ട് ഉപയോഗിച്ചെങ്കിലേ ലക്ഷ്യത്തിലെത്തുവാൻ തക്കോണം നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ അവസാന ഭാഗം ഇങ്ങനെ കാണുന്നു, ഈ സ്ത്രീ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ തിരിച്ചു പോകുന്നു. അവൾ സൗഖ്യത്തിന് വേണ്ടി കടന്നു വന്ന് ദൈവസന്നിധി നിലവിളിക്കുമ്പോൾ ദൈവം നിലവിളി കേട്ട് ഉത്തരമരുളി. കാരണം 34 സങ്കീർത്തനം കാണുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്കെല്ലാം അവൻ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ സംരക്ഷിക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം അവൻ സംരക്ഷിക്കുന്ന ദൈവമാണ്. അവൻ ഇസ്രായേലിന്റെ കാവൽക്കാരനാണ്. നമ്മുടെ കാവൽക്കാരൻ ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നതുമില്ല. നമ്മൾ കാണുന്നുണ്ട്, 10 കന്യകമാരുടെ ഉമയില് 5 പേര് ഉറങ്ങിപ്പോയി, ദൈവസന്നിധിയിൽ എക്സിറ്റായി പുറത്തു പോയി. എന്നാൽ 5 പേര് ബുദ്ധിയുള്ളവരായതുകൊണ്ട് ഭംഗിയായിട്ട് അവരൊരുങ്ങി അകത്ത് കയറി. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ദൈവത്തോടൊപ്പം അകത്ത് കയറണമോ പുറത്തു പോകണോ എന്നുള്ളത്. പ്രിയമുള്ളവരെ, 4 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. നമ്മളിന്ന് വായിച്ചു കേട്ട വിശുദ്ധ ഭാഗം അത് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. പ്രധാനമായി നമ്മൾ ഊന്നൽ കൊടുത്തത് ഇതാണ്, മകളെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നുവെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആ സ്ത്രീ 4 കാര്യങ്ങൾ അവിടെ നേടിയെടുക്കുകയാണ് രോഗസൗഖ്യത്തിൽ കൂടി. ഒന്നാമതായി ഞാൻ പറഞ്ഞു, ഈ സ്ത്രീ രോഗത്തിൽ കൂടി നേടിയെടുത്ത, രോഗസൗഖ്യത്തിൽ കൂടി നേടിയെടുത്ത ഒന്നാമത്തെ പ്രത്യേകതയാണ്, ഒന്നാമത്തെ കഴിവാണ്, അവൾ നിവർന്നു എന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു. രണ്ടാമതായി ഈ സ്ത്രീ നേടിയെടുത്ത ഒരു വലിയ അനുഗ്രഹമാണ്, അവൾ എല്ലാം തുറന്നു കാണാനുള്ള കഴിവ് അവൾക്ക് ലഭിച്ചു. അവളുടെ ജീവിതം വളരെ വിശാലമായി, ഓപ്പൺനെസ് മൈൻഡ് ഉണ്ടായി. നമ്മളൊക്കെ ഇടുങ്ങിയ ചിന്താഗതി മാറ്റി നമ്മൾ ഓപ്പൺ ആകണം. ലോകത്തെ വിശാലമായി കാണുവാൻ സാധിക്കണം. ഈ ലോകം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഈ ലോകം എല്ലാവർക്കും കൂടിയുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ട് അതിനെ അംഗീകരിക്കുവാൻ നോക്കണം നമുക്ക് സാധിക്കണം. മൂന്നാമതായി കാണുകയാണ്, അവൾ നിറവുള്ളവളായി തിരിച്ചു പോകും. പ്രിയമുള്ളവരെ,
നിറവെന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും കൂടി ചേരുമ്പോഴുള്ള ഒരു സന്തോഷത്തിന് അനുഭവമാണ് ഈ നിറവെന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഒഴിഞ്ഞ പാത്രമായി കടന്നു വന്ന് നിറഞ്ഞു തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. നാലാമത് കാണുകയാണ്, ഇവൾ ഒരു സാക്ഷ്യമുള്ളവളായി തിരിച്ചു പോകുന്നു. ഇവളൊരു മാതൃകയായി തീരുന്നു, സമൂഹത്തിന് വലിയ അനുഗ്രഹമായി തീരുന്നു. പലരും നമ്മളെക്കുറിച്ച് പലതും പറയട്ടെ, മോശമായി സംസാരിക്കട്ടെ, നമ്മളൊന്നും പ്രതികരിക്കാൻ നിൽക്കേണ്ട. കാരണം ദൈവം നമുക്ക് വേണ്ടി അവരോട് ചോദിച്ചുകൊള്ളും. വലിയ ബോധ്യം നമുക്കുണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദേവാലയത്തിൽ കടന്നു വരുവാനും പ്രകാരം ഒരു വചനം സംസാരിക്കുവാനും ദൈവം തന്ന കൃപയോ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനായ ആൻഡ്രൂസച്ചന്റെയും അതിനായ മനോജന്റെയും മറ്റുള്ള വൈദിക ശ്രേഷ്ഠരുടെ സ്നേഹത്തിന്റെ ഭാഗമായി ഇവിടെ കടന്നു വരുവാൻ തൊക്കെ ഇടയായി. ഈ ദേവാലയത്തിൽ മുൻപ് ഒരു 3 വർഷം മുമ്പ് ഞാൻ വചനം സംസാരിച്ചിട്ടുണ്ട്. ഒരു സന്തോഷം ഈ സമയത്ത് ഓർക്കുകയാണ്. ഇത്രമാത്രം ആളുകൾ ഇവിടെ കടന്നു വന്നു, ഇനി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇത് വലിയ പരിശുദ്ധന്റെ ആലയമാണല്ലോ. ആ പരിശുദ്ധനായ ഗീവർഗീസ് സഭയുടെ വലിയ സ്മരണ എവിടെയുണ്ട്. അതുപോലെ കാലയുവനികയിലും മറഞ്ഞുപോയ ഒരുപാട് നന്മകൾ കൂടി ഇപ്പോഴും ജീവിക്കുന്ന വന്ദനായ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു വലിയ സ്മരണയും ഈ ദേവാലയത്തിന്റെ സ്പന്ദനങ്ങളിലുണ്ട്, അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. ഒരു വലിയ ബോധ്യത്തോടു കൂടി ഇവിടെ ആയിരിക്കുകയാണ്. നമ്മുടെ പൂർവികരെ ഓർക്കുവാനും അവരുടെ നന്മകളെ മാതൃകയാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവരുടെയും ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.